രാജേന്ദ്ര സാറേ, ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിലവിൽ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ശബരിമലയാണ്. അതിനോടനുബന്ധിച്ച് ശബരിമല സ്ത്രീ പ്രവേശനം അറിയാമല്ലോ. സ്ത്രീ പ്രവേശനം വലിയ വിഷയമായതാണ്. അതിനകത്ത് നിലപാടുകളുടെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി മാപ്പ് പറയേണ്ടി വന്നു പണികളോട്, സ്വന്തം പണികളോട്. വീണ്ടും ഇപ്പോൾ അയ്യപ്പൻ്റെ കൂടെ കൂട്ടുചേർന്ന് നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കൊള്ളയൊക്കെ വെളി വന്നു. ഇപ്പം പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കനകദുർഗ, പിന്നെ അവിടെ ബിന്ദു അമ്മണി ഇപ്പോൾ അവള് നാട്ടിൽ പോലും ഇല്ല, അവളെ ഡൽഹിയിലാണ്. ഈ കേരളത്തിൽ പിന്നെ അവർക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. എത്ര ശ്രമിച്ചണൊക്കെ ഇവിടെ നിൽക്കാനൊക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നാട് വിട്ട് ഡൽഹിയിലെങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. അവളെയും കയറ്റി വിട്ടത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിരീശ്വരവാദികളും ഫെമിനിസ്റ്റുകളും അങ്ങനെ കണ്ടു ഒരു പേരുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ അവരെ കയറ്റിയപ്പോൾ ഞങ്ങൾ കയറണമെങ്കിൽ ഇവിടുത്തെ ആചാര ലംഘനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആചാര ലംഘനത്തിനാണല്ലോ ഞങ്ങൾ കയറുന്നത്. സ്ത്രീകളെ പ്രവേശിപ്പിക്കത്തില്ലെന്ന് ഒരു കൂട്ടം ഭക്തർ പറയുന്നതിന്റെ പിറകിൽ ഞങ്ങൾ കയറാൻ പോവുകയാണല്ലോ. അപ്പൊ എല്ലാ സീമകളും ലംഘിച്ച് അവിടെ 41 ദിവസം വ്രതം എടുക്കേണ്ടതായിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പൊ അതും ലംഘിച്ചാലേ ഞങ്ങൾ കയറത്തുള്ളൂ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബീഫും അത്തരത്തിൽ ആ ആചാര ലംഘനത്തിന് ഉതകുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള കാര്യങ്ങൾ തന്നാലേ കയറത്തുള്ളൂ. അങ്ങനെ ബീഫും അല്ലെങ്കിൽ അത്തരത്തിൽ പൊറോട്ടയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് ഇവരെ കയറ്റിയതെന്നുള്ള രീതിയിൽ ഉള്ള ഒരു വർത്തമാനം ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എം പി പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ നമ്മൾ ഈ കേരളം വളരെ പ്രത്യേകതയോടുകൂടി പരിഗണിക്കുന്ന ഒരാളാണ്. കാരണം കൃത്യമായിട്ട് പാർലമെന്റിൽ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ ഉള്ള ഒക്കെയുള്ള. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വിവാദമായിരിക്കുകയാണ് ഇതിനകത്ത് ഈ ഒരു വിഷയം. കാരണം എല്ലാ രീതിയിലുള്ള ഒരു അമ്പലം എങ്ങനെ തകർക്കാമെന്നുള്ള ഗൂഢാലോചന ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ചവർ അവിടുത്തെ ആചാരങ്ങളെല്ലാം അതായത് ഈ പറയുന്ന ലംഘിക്കുന്നു. അത് പുറമേ അല്ല, അവർ ഉൾക്കൊണ്ട് ലംഘിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അതപ്പോ ഒരു വലിയ സംഭവം. അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പോ NK പ്രേമേന്ദ്രന് സൈബർ അറ്റാക്ക് കൊണ്ട് ഇരിക്കപ്പുറതിയില്ല MP-ക്ക്. പിന്നെ സാർ പറഞ്ഞതുപോലെ പാർലമെൻറ്റിലെ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള പാർലമെൻറ്റ് അംഗം, പലതവണ പാർലമെൻറ്റിലെ മികച്ച പ്രകടനത്തിന് അവാർഡ് നേടിയിട്ടുള്ള ആൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ലോക രാഷ്ട്രങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചാൽ അതിൻ്റെ അംഗീകാരമായിട്ട് ഈയിടെ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സുദൃഢമായിട്ട് വ്യക്തമാക്കി അവിടെ ശക്തമായിട്ട് പണ്ടൊരിക്കൽ VK കൃഷ്ണമേനോൻ ഇത് അവതരിപ്പിച്ചതുപോലെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വന്ന മികച്ച ഒരു വാഗ്മിയും പാർലമെൻറ്റേറിയനുമായിട്ടുള്ള NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിനാണ് ഈ ഇരിക്കപ്പുറതിയില്ലായ്മ. ഇനി ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാനെ കശക്കി എറിഞ്ഞതിൻ്റെ ഒരു പ്രതിഷേധമാണോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം പണ്ടേ പറഞ്ഞൊരു കാര്യമാണിത്. ബിന്ദു അമ്മിണിയെയും അതുപോലെ തന്നെ കനകദുർഗയെയും ഒക്കെ കൊണ്ടുപോയത് ആചാര ലംഘനത്തിനായിരുന്നു. എല്ലാ വിധത്തിലും ലംഘിച്ചു കൊണ്ടാണ് പോയത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്തേക്ക് സാധാരണ ഭക്തന്മാരെല്ലാം കടന്നു കയറുന്നത് 18-ാം പടി കയറുന്ന സത്യമായ പൊന്നു 18-ാം പടിയേ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അവിടെ പല കൊള്ള സംഘങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും അങ്ങനെ വിളിച്ചു പോകുമ്പോൾ അവരനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞത് സസ്യാഹാരം മാത്രം, മാംസഭോജനം, മീൻ പോലും കഴിക്കാറില്ല. അതുപോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ആഹാരമായ മീൻ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് പ്യുവർ വെജിറ്റേറിയൻ ആഹാരം, ശുദ്ധ സസ്യാഹാരം കഴിച്ചുകൊണ്ട് അവർ പോകുന്നത്. അതൊരാചാരം. പിന്നൊന്ന് ബ്രഹ്മചര്യം, സ്ത്രീകളുമായിട്ട് ബന്ധമില്ലാതിരിക്കുക. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശ്രീ അയ്യപ്പൻ്റെ സന്നിധാനത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ത്യാഗം കൂടി ചെയ്യുകയാണ് അവർ. ആ ത്യാഗാനുഷ്ഠാനമാണ് അവർ. പിന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി, അപരിഗ്രഹം പോലെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, മാലയിടുന്ന കാലത്തോളം അത് പാലിക്കുക. അത് പിന്നെ അങ്ങ് തുടരും ജീവിതത്തിൽ. ഇത്രയും 41 ദിവസം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ 365 ദിവസവും നിങ്ങൾ തുടരും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ ഇതെല്ലാം അനുഷ്ഠിച്ച് പോകുന്നത് അവിടെ സ്ത്രീകൾക്ക് 10-നും 16-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല, യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അപ്പം നമ്മൾ അതല്ലയോ ലംഘിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രിയും CPM-ഉം അതുപോലെ ദേവസ്വം ബോർഡും കുറേ പോലീസുകാരും ചേർന്നൊരു ആലോചന നടത്തിയപ്പോൾ നമ്മളെന്തായാലും അത് ലംഘിക്കാൻ പോവുകയാണ്. ആചാരം നമ്മൾ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിലെ പോലെ വലിയൊരു വിപ്ലവം ശബരിമലയിൽ പെണ്ണുങ്ങളിതാ കയറാൻ പോവാണ്. ചെറുപ്പക്കാരികൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് നിരനായിട്ട് ഇങ്ങനെ ആർമാദിക്കാൻ പോവുക നമ്മൾ. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങ് ലംഘിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം പെറോട്ടയും വേണം, ബീഫും വേണം. ഇപ്പം കഴിച്ചിട്ട്
ഞങ്ങൾ വാ പോലും കഴുകാതെ അങ്ങോട്ട് പോകും. അപ്പോൾ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ ചെന്ന് ഈ വാ കൊണ്ട് ബീഫ് കഴിച്ച വാ കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അയ്യപ്പാ ശരണമയ്യപ്പോ, ചിലപ്പോൾ മുദ്രാവാക്യ രൂപത്തിലായിരിക്കും പ്രശാന്ത് വിളിച്ച പോലെ, എങ്ങനെ സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് രക്തം തിളയ്ക്കുന്ന രീതിയിലായിരിക്കും അവർ വിളിക്കാൻ ഉദ്ദേശിച്ചത്. ആ പോയ പോക്കാണ് ആ പോലീസുകാരുടെ കൂടി പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പോക്കായിട്ട് അവർ ധൈര്യമായിട്ട് പോയത്. ഇതിന് ഈ ധൈര്യം കിട്ടാൻ വേണ്ടി ഇനി അതിൻ്റെ കൂടെ വല്ല സേവയും നടത്തിയോന്നും അറിയത്തില്ല, മദ്യസേവ അതും നിശ്ചിതമാണ് അയ്യപ്പന്മാർക്ക്. അതൊക്കെ കണ്ടിട്ട് നല്ല ധൈര്യമായിട്ട് നല്ല പവറായിട്ട് നല്ല എനർജി ആയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, അതായത് മറ്റൊരു നിഷ്ഠ ആചാരം എന്ന് പറയുന്ന ബ്രഹ്മചര്യമാണ്. ഇനി അതും കൂടെ ലംഘിച്ചുകൊണ്ടുവന്നത് ചിലപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ പ്ലാൻ ചെയ്യാം. ഈ ബിന്ദു അമ്മണിയും കനകദുർഗയൊക്കെ പ്ലാൻ ചെയ്താൽ നമ്മൾ അത് മനസ്സിലാക്കണം, ആചാര ലംഘനമല്ലേ വേണ്ടേ. അപ്പം ബ്രഹ്മചര്യം കൂടെ നമുക്ക് ലംഘിച്ചിട്ട് പോവാം എന്നൊരു തീരുമാനം എടുത്ത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പൊളിച്ചടുക്കുകയാണല്ലോ വേണ്ടത്. ദേവി പറഞ്ഞത് ശരിയാണ്. ഇതിനകത്ത് പങ്കെടുത്ത വേറെ ഈ 2 സ്ത്രീകളുടെ കൂടെ വേറെത്തിയുണ്ട്. ഒരു രഹന ഫാത്തിമ, അവള് നഗ്നമായിട്ട് കിടന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് ദേഹത്ത് പടം വരപ്പിച്ചോളാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പോയി ഈ പറയുന്നത് പോലെ എങ്ങനെയും വൈറലാവുക, എങ്ങനെയും ഈ സമൂഹത്തിന്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഈ പറയുന്നത് പോലെ സംഭവിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന പ്രേമേന്ദ്രൻ പറയുന്ന പൊറോട്ടയും ബീഫിന്റെയും കാര്യം ശരിയാണെങ്കിൽ വീണ്ടും ശബരിമല ശാസ്ത്രം അനുസരിച്ചുള്ള ഒരു ആചാര ലംഘനം ഈ പറയുന്നത് പോലെ ലംഘിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ലംഘിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ലംഘിക്കാമല്ലോ. അതിനുള്ള ലൈസൻസ് നമ്മൾ കൊടുത്തു. CPM-ന്റെ ഭരണകൂടം തന്നെ കൊടുത്തിരിക്കുകയല്ലേ. സ്ത്രീകളെ പ്രവേശനം, ശബരിമലയിൽ ചെന്ന് കാർക്കിച്ചു തുപ്പണം, തീർത്ഥം തരുമ്പോൾ എടുത്ത് പുറത്തേക്ക് എറിയണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിപ്ലവം സൃഷ്ടിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു വിപ്ലവ ഭരണകൂടം ഇവിടെ എന്തിനായിരിക്കുന്നത്? ദേശീയ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതൊക്കെയല്ലേ നടക്കേണ്ടത്? ഇവിടെ നമുക്ക് തകർക്കണം, ആചാരങ്ങൾ അടിമൂടി കൂടമടിച്ച് തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പം അത് എന്തായാലും ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ കൊള്ള നടക്കുന്നുണ്ട്. ആരും അറിയാത്ത കൊള്ളകളാണ്. അന്ന് അറിഞ്ഞുള്ള ആചാര ലംഘനം. അല്ലാതെ നടക്കുന്ന ഇതിൻ്റെ പുറംവാതിലിൽ നടക്കുന്ന ആൾക്കാരും മോശമല്ല. പുറംവാതിലിൽ കൂടി നമ്മളൊന്നും അറിയാതെയുള്ള ആചാര ലംഘനങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന കാർട്ടലുകളുടെ കളി നമ്മളാരും അത് കണ്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ പോലെ പരൽമീൻ മാത്രമാ സാറേ. ഈ സാധനം ചുമ്മുന്ന ആള്, തിമിംഗലം. ഈ സാധനം നമ്മൾ പറയത്തില്ലേ, ഈ തകിട് എടുക്കുക, ഇത് ചുമ്മി അവിടെ കൊണ്ട് കൊടുക്കുക. അവന് കാശ് കിട്ടിയെന്നില്ലെന്നുള്ളതല്ല, പക്ഷേ ഇതിന്റെ പുറകില്ല ഈ തകിട് ഇളക്കണം, അല്ലെങ്കിൽ ഈ തകിട് ഈ ചെമ്പാണെന്ന് എഴുതണം, അതിന് മാസ്റ്റർ തയ്യാറാക്കണം. ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള ഒരു അമ്പലം, ഹൈക്കോടതി മേൽനോട്ടമുള്ളിടത്ത് ഇത് കൊണ്ടുപോകണം, കൊണ്ടുപോക്കോ, ഞങ്ങൾ ഏറ്റെന്ന് പറയാൻ ആള് വേണ്ടേ? അത് സാറ് പറഞ്ഞതുപോലെ കൊള്ളസംഘമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ MP ഇത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനകത്തൊരു വാസ്തവം ഉള്ളപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ MP-ക്കെതിരെ വധഭീഷണിയുണ്ട്. അല്ലെങ്കിൽ MP കാച്ചു എന്ന് പറയുന്നു. പ്രേമേന്ദ്രനെ പോലെ ഒരു പാർലമെന്റേറിയൻ അല്ലെങ്കിൽ നമുക്കിടെ ആളായിട്ട് UN പോയി നമുക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നിയമിച്ച ഒരാളിനെ നിന്നെ ഇനി ഇത് പറഞ്ഞാൽ കാച്ചിക്കളയുമെന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു കൊള്ളസംഘം, ഭീഷണി, അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ഗൂഢസംഘത്തിന്റെ പുറകിലുണ്ട്. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മളിത് പൊളിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ നമ്മളിരുന്ന് കൃത്യമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ ആൾക്കാരുടെ പേര് പറയാൻ നാളെ കാലത്ത് നമുക്ക് ഫോൺ വരും, നിർത്തിക്കൂ, ഇത് കുഞ്ഞാങ്കുഞ്ഞുകളിയല്ല, വേണമെങ്കിൽ അല്ലെങ്കിൽ നീ അനുഭവിക്കും. ഈ രീതി പറയാനുള്ള ഞാനിത് പറയുന്നത് നാളെ എൻ്റെ കഴുത്തിന് മുകളിൽ തല കാണുന്ന ഒരു ഉറപ്പോട് കൂടിയല്ല. പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, അതിന് തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ട കാര്യമില്ലെന്നുള്ള ബോധ്യത്തോടും കൂടി തന്നെ അതിനെ നേരിടാൻ തയ്യാറായിട്ട് തന്നെ അങ്ങനെ പറയാൻ പറ്റൂ. ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ആളുകളുള്ളപ്പോൾ, അവർക്ക് ഒളിച്ചിരിക്കാൻ ഇടം കൊടുക്കുന്ന ആളുകളുള്ളപ്പോൾ നമ്മളതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിൽ നിന്ന് അതെന്തായാലും ഭീരുത്വം കൊണ്ട് സത്യത്തെ മറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയേ നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ ജനങ്ങളോട് നമ്മളൊരു ജനപ്രതിനിധി അല്ലെങ്കിലും ആ കടമയുണ്ടെന്നുള്ള പരമബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അല്ല ഇത് അവിടെ തന്നെ ഇരിക്കണം, യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചങ്ങോട്ട് എല്ലാവരും യാത്ര പറഞ്ഞിട്ടൊന്നും അല്ല ഇത് പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ കാര്യം കൂടെ അതെ, പണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ കയ്യേറ്റങ്ങളും അല്ലെങ്കിൽ അധിനിവേശവും നടന്നപ്പോൾ ഇവിടുത്തെ അമ്പലം കൊള്ളയടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവന്റെ ജോലിയായിരുന്നു. അവന് അല്ലേ ഇവിടെ മുസ്ലിം രാജാക്കന്മാർ വന്ന് ഇവിടെ ആദ്യം കൊള്ളയടിച്ചത് അമ്പലങ്ങളാണ്. ആ അമ്പലങ്ങളിലാണല്ലോ ഇതെല്ലാം ഇരുന്നത്. ഇപ്പം ഇതിനകത്ത് നിന്നിട്ട് അമ്പലം സംരക്ഷിക്കണമെന്ന് പറയുന്ന വേഷമിട്ടവൻ ഈ പറയുന്നവനെക്കാട്ടി നീചനാ. നീചൻ അവനെന്ന് പറഞ്ഞാൽ എന്തോ, അവൻ ഞാൻ കൊള്ളടിക്കാനാ പറ്റുന്നത്. ദുഷ്ടനാ സാറേ. നമ്മൾ പോക്കടിക്കാരനെ എങ്ങനെ കാണുന്നത്? അവന്റെ ജോലിയാ അത്.
തിരുമേനിയുടെ ജോലി അതല്ലല്ലോ. അതെ അതെ അല്ലല്ലോ. ഇപ്പൊ നിൽക്കുന്നവനാണ് അവനെക്കാട്ടി ഭീകരൻ, അവനെക്കാട്ടി മനുഷ്യത്വരഹിതമായിട്ട് കാര്യങ്ങൾ കൈകാര്യം, അവനെക്കാട്ടിൽ ഈ രാജ്യം ഭയക്കേണ്ടവൻ, ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും പറഞ്ഞിരിക്കുന്നവൻ ദൈവനിന്ദ അതിനകത്ത് നടത്തുമ്പോ ഈ ഫാത്തിമ റഹ്നയും അതുപോലെ ബിന്ദു അമ്മിണിയും ചെയ്തതിനേക്കാൾ നീചമായ പരിപാടി ചതിയും കൂടെ ഉണ്ട് അതിൽ. അവര് ധൈര്യമായിട്ട് ആ കാര്യം അവരുടെ ജോലി അതാ, ലംഘിക്കുക എന്നുള്ളതാണ്. ഈ രാക്ഷസന്മാരുടെ ജോലി അതാണ്. രാക്ഷസ നിഗ്രഹം നടത്താനുള്ള ക്ഷത്രിയന്മാർ അത് ചെയ്യുമ്പോഴാണത് ചതിയായിട്ട് മാറുന്നത്. അവിടെയാണ് പ്രശ്നം. അതാണ് ശബരിമല നടക്കുന്നത്. അവിടെയാണ് സാറേ. ഇത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ NK പ്രേമചന്ദ്രൻ ഇത് പറഞ്ഞതാ. അപ്പോൾ വലിയ ഹാലാബുല്ലയാക്കി KN ബാലഗോപാൽ, കാരണം ആചാരലംഘനത്തിന്റെ സൂപ്രണ്ടാണല്ലോ അദ്ദേഹം, ആചാരലംഘനത്തിന് ഇത് സ്പർദ്ധ വർഗീയ വികാരം ഉയർത്തുന്നതാണെന്ന് പറഞ്ഞിട്ട് നേരെ പുള്ളി സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തു. കേസ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞ കേസാണ് ഇപ്പോൾ സൈബർ പോരാളികൾ ഇപ്പോൾ NK പ്രേമചന്ദ്രനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പ്രേമേന്ദ്രൻ പറഞ്ഞു, ഇന്നലെയും പ്രേമേന്ദ്രൻ പറഞ്ഞു, ഞാനിത് പറയുന്നത് ആധികാരികമായിട്ടാണ്. പുള്ളി വളരെ സൂക്ഷിച്ച് അധികം പറയുന്ന മാത്രമല്ല സത്യസന്ധമായിട്ട് പറയുന്ന ആളാണ്. കള്ളങ്ങളും ആരോപണങ്ങളും എല്ലാം അടിസ്ഥാനരഹിതമായിട്ടൊന്നും പറയാത്ത ആളാണ്. അപ്പോൾ അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ കള്ളും വാങ്ങിച്ചു കൊടുത്തു കാണും സാറേ. ഇത് പെറോട്ടയും ബീഫും കഴിച്ച് കള്ളും കുടിച്ചിട്ട് ശബരിമലയിൽ ദർശനം നടത്താൻ പോയ ആൾക്കാർ എല്ലാ നിഷ്ഠകളും ലംഘിച്ചുകൊണ്ട് എല്ലാ നിഷ്ഠകളും എന്ന് പറയുന്നത് അത് ഞാൻ ഊന്നൽ കൊടുത്തു തന്നെ പറയും. നിഷ്ഠകളും ലംഘിച്ച് അവര് അവിടെ അങ്ങനെ പോയി. അതായത് ശബരിമലയിലെ നീചപ്രവൃത്തി വെളിപ്പെടുത്തിയതിന് ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന പ്രേമേന്ദ്രൻ MPക്ക് വധഭീഷണി അല്ലെ തട്ടിക്കളയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കേരളമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് വിചാരിക്കേണ്ടി വരും. അതെ അതെ. എന്നിട്ടോ സാറേ വേറൊരു വലിയ തമാശ, അദ്ദേഹത്തിന് അവിടുത്തെ തന്ത്രി ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മചര്യം, ഞാൻ കുടുംബത്തിൻ്റെ കാര്യമല്ല, പുറത്തുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഈ തന്ത്രിക്കെന്ന് പറഞ്ഞ് കൈയടിക്കാൻ സഖാക്കളുടെ മുമ്പിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ആ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ക്ഷണമനുസരിച്ച് പോയി ആഗോള അയ്യപ്പ സംഘത്തിന് വിളക്ക് വെച്ച തന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുന്ന? ആരൂഢം പോവില്ലേ? മോന്തായം വളഞ്ഞാൽ ആരൂഢം പോവില്ലേ സാറേ? അത് തന്നെയാണ് കഴുക്കോലും ഉത്തരത്തിലും പട്ടികയിലും എല്ലാം കുഴപ്പമുണ്ട് സാർ. എല്ലാം ഒന്നിച്ച് വളഞ്ഞു. ആരൂഢം മുഴുവൻ പോയിരിക്കുന്നു. അവിടെ ഒരു പുതുക്കിപ്പണി അവിടെയും ആവശ്യമാണ്. ഒരു പോറ്റി, അതുപോലെ തന്നെ പോറ്റിയെ കൊണ്ടുവന്ന ആരാ? ഒരാൾ പോറ്റിയെ കൊണ്ടുവന്ന അമ്പലത്തിനകത്ത് ശ്രീകോവിലിൽ പോറ്റി, പുറത്ത് പോറ്റാൻ ദേവസ്വം ബോർഡുണ്ട്, അകത്ത് പോറ്റിയതാരാ? ഇയാളെ അവിടെ കൊണ്ടുവന്ന ആരാ? കീഴ്ശാന്തി ആണെങ്കിൽ കീഴ്ശാന്തി ഉത്തരവാദിയാണ്. കീഴ്ശാന്തിയെ കൊണ്ടുവന്നത് മേൽശാന്തി ആണെങ്കിൽ മേൽശാന്തി കണക്റ്റഡാണ്. ഇന്ന് ഒളിഞ്ഞു മാറാൻ പറ്റില്ല. പറ്റത്തില്ല സാറേ. ഇത് പറ്റത്തില്ല എന്ന് പറയുന്നതിനകത്ത് സത്യമുണ്ടല്ലോ. കാരണം ഇതിനകത്ത് നമ്മളാരും പറഞ്ഞാലല്ലോ, കോടതിയുടെ ഫൈൻഡിങ്സാ രേഖയുണ്ട്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2-ാം പ്രതി അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ആള് തന്ത്രി, 3-ാം പ്രതി മേൽശാന്തി. ഇവർക്കറിയാമല്ലോ സ്വർണ്ണമാന്ന്, ഇവർക്കറിയാലോ 24 ക്യാരറ്റാന്ന്. അതിനകത്ത് ചെമ്പാന്ന് എഴുതി വെച്ചതിന്റെ കീഴിൽ അറിയാതെ ഒപ്പിടാൻ പറ്റുന്ന ഒരു ആൾക്കാരൊന്നും അല്ലല്ലോ, അത്രയ്ക്ക് വിദ്യാഭ്യാസം. അപ്പൊ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ കളികൾ നടക്കുന്നത്. അയ്യപ്പൻ പേരെയും പണ്ട് യേശുക്രിസ്തു യെരുശലേം പള്ളിയിൽ നിന്ന് ചുങ്കക്കാരെയും പരീശന്മാരെയും അടിച്ചു മാറ്റിയതുപോലെ മാറ്റിയിട്ട് ശുദ്ധി കലശം നടത്തണം. അപ്പൊ ഇതിനകത്തെ കൊള്ള ഞാനീ പറഞ്ഞില്ല, അറിഞ്ഞുകൊണ്ടുള്ള കൊള്ളല, കളിഞ്ഞോണ്ട് എല്ലാവരോടും അറിഞ്ഞോണ്ട്, ആരും അറിയാവുന്ന നടക്കുന്നത്. അകത്തുള്ള ആളും പുറത്തുള്ള ആളും. നമ്മൾ പറയുന്നത് തന്ത്രി അറിഞ്ഞിട്ടുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞാൽ അച്ഛനാ, ശാസ്താവിന്റെ അച്ഛനാ. ശാസ്ത്രം അനുസരിച്ച് അമ്പലത്തിന്റെ ഒരു തന്ത്രി എന്ന് പറഞ്ഞാൽ തന്ത്രയുടെ സ്ഥാനമാണ്. ആ ദേവന്റെ തന്ത്രയുടെ സ്ഥാനം എന്നാ ഹിന്ദുശാസ്ത്രം. പിന്നെ ആരാ മേൽശാന്തി? ആരാ? മോശമാണ്. ഭഗവാനെ നിത്യം രാവിലെ ഉച്ചയ്ക്കും പോയിട്ടും ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്ന ആള്. ഇതെല്ലാം ഇവരെല്ലാം കൂടെ ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇളക്കിക്കൊണ്ട് പോയത്. ഞാൻ ലവൻ പറഞ്ഞു, ലവൻ ലോഡിങ് തൊഴിലാളിയാ, അവന് കാശ് കിട്ടിയിട്ടുണ്ട്. അവനെ പറഞ്ഞു ഇവിടെ കൊണ്ടു കൊടുത്ത കാശ് കിട്ടി, ഇവിടെ കൊണ്ടു കൊടുത്ത കാശ് കിട്ടി, മറ്റൊരു എല്ലാം കാര്യങ്ങൾ. ഇപ്പൊ ഇതിന് ഒരുക്കി കൊടുത്ത ആരാ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അയാള്, അതിന്റെ മേളിൽ ആളുണ്ടെങ്കിൽ അയാള്. അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്വം ഉള്ളവർ അതേ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കൊള്ളയ്ക്ക് പുറകിൽ വലിയൊരു സംഘം, ഒരു ഗൂഢസംഘം. ചുരുക്കി പറഞ്ഞ ശബരിമലയിൽ ഉണ്ടായിരുന്ന കീഴ്ശാന്തി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും ഉൾപ്പെടെ അറിയാതെ നടക്കില്ല. അല്ലെങ്കിൽ അവര് ഇതിന്റെ കൊല്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് കോടതിയിൽ പ്രതീക്ഷിക്കാം. കോടതി ഇടപെട്ട് അന്വേഷണം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ രാഷ്ട്രപതി ഇന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് രാഷ്ട്രപതിയിൽ ഒരു അല്പം പ്രതീക്ഷ നമുക്ക് വയ്ക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.